ഭാഗത്ത് പ്രതിഷേധം കനക്കണുണ്ടെങ്കിലും ഇവിടെ മദ്യക്കമ്പനി തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് നമ്മുടെ കോമ്രേഡ്സ്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം പോട്ടെ, ഘടകകക്ഷികളുടെ പ്രതിഷേധം പോലും നമ്മുടെ കോമ്രേഡ്സ് ചെവി കൊള്ളുന്നില്ല. കുരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ബ്രൂവറി വരും, എല്ലാം ശരിയാവും. പാലക്കാട് എലപ്പുള്ളിയില് 10-26 ഏക്കർ സ്ഥലമാണ് വാങ്ങിയിരിക്കുന്നത്. എന്തിന്? സ്പിരിറ്റ് ഉണ്ടാക്കാൻ തന്നെ. അങ്ങനെ പതുക്കെ പതുക്കെ കേരളത്തിന്റെ മദ്യനിർമ്മാണത്തിൽ സ്വയം പര്യാപ്തതയിലെത്തിക്കണം. അതാണ് നമ്മുടെ കോമ്രേഡ്സിന്റെ ലക്ഷ്യം. ആരൊന്നും പേടിക്കണ്ട. മദ്യവർജനവും മദ്യോൽപാദനമൊക്കെ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് മക്കളെ. സമയവും സാഹചര്യവും ഒക്കെ നോക്കിയിട്ട് നമ്മൾ വേണ്ട പോലെ ഇങ്ങനെ ചാടിക്കളിച്ചാൽ മതി. അതാണ് കോമ്രേഡ്സിന്റെ ഒരു പോളിസി. ഗോവറിയിൽ ഒരു തരത്തിലുള്ള വിവാദവും ഇല്ല. ഗോവറി മന്ത്രിസഭാ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് വന്ന ഒന്നാണ്. അതെ, പ്രശ്നമില്ല. ആർക്കാ പ്രശ്നമില്ലാത്തത്? ഗോവിന്ദ മാഷിനും എം പി രാജേഷിനും മുഖ്യമന്ത്രിക്കും, അല്ലാണ്ടാർക്ക്. പിന്നെ ബ്രൂവറി വിഷയത്തിൽ വിവാദം ഉണ്ടാക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ വിഷയത്തിൽ തീരുമാനം എടുത്തത് മന്ത്രിസഭയെന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കൊന്നും പറയാൻ വോയിസില്ല കേട്ടാ. ബ്രൂവറി വിഷയത്തിൽ CPI അടക്കമുള്ള ഒരു വകുപ്പുകളുമായി ഇവർ ചർച്ച ചെയ്തിട്ടില്ല. ഒരു വകുപ്പുകളുമായി ഇവർ ചർച്ച ചെയ്തിട്ടില്ല. ഇമാതിരി ആരോപണമൊക്കെ ഞങ്ങളുടെ കോമ്രേഡ്സ് കുറെ കണ്ടതാണ്ടാ. ധൈര്യം ഉണ്ടെങ്കിൽ തെളിവ് പുറത്തു വിടണോന്ന് കോമ്രേഡ്സ് സതീശേട്ടനെ വെല്ലുവിളിച്ചു. തമാശയ്ക്ക് വെല്ലുവിളിച്ചതാ, പക്ഷെ സീരിയസ് ആയിട്ട് എടുത്തു. എന്നിട്ട് ഈ മദ്യ കമ്പനി തുടങ്ങാനായിട്ട് അനുമതി കൊടുത്തത് മന്ത്രി എം പി രാജേഷും മുഖ്യമന്ത്രി മാത്രം ചേർന്ന് ആലോചിച്ചാണെന്ന് തെളിയിക്കണ ക്യാബിനറ്റ് നോട്ട് സതീശേട്ടൻ പുറത്തു വിട്ടു. പണിപാളും നേരം അല്ല ഗോവിന്ദ മാഷേ, ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാവരുമായിട്ടും ചർച്ച ചെയ്തു ചെയ്യും എന്നൊക്കെയാണല്ലോ. ഇതിപ്പോ പറഞ്ഞു വന്നപ്പോ ഈ കാര്യത്തിൽ എക്സൈസ് മന്ത്രി മുഖ്യമന്ത്രി മാത്രം ഇരുന്നിട്ടുള്ള ഒരു പ്രത്യേകതരം ചർച്ചയാണല്ലോ നടന്നത്. ആയിക്കോട്ടെ, അതൊക്കെ മന്ത്രിസഭ തീരുമാനിക്കേണ്ടതല്ലേ, അവര് ചർച്ച ചെയ്യേണ്ടതല്ലേ. ഞാനെതിരെ ചെയ്യേണ്ട കാര്യം അതെ, അതിന് ചർച്ച ചെയ്യുന്നില്ലേ പറഞ്ഞു. എല്ലാവരും ആരുമായിട്ടും ചർച്ച ചെയ്യുന്നതിൽ ഇവിടെ ആർക്കാ തർക്കമുള്ളത്? കൈമലർത്തി. ഇതാണ് ഗോവിന്ദ മാഷ്. ഇഷ്ടമില്ലാത്ത ചോദ്യം വരുമ്പോ ഒന്നില്ലെങ്കിൽ കൈമലർത്തും, അല്ലെങ്കിൽ ദേഷ്യപ്പെടും. ആരൊക്കെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും നിങ്ങൾ അതൊന്നും മൈൻഡ് ആക്കില്ലെന്നറിയാം. അത് വിട്. നിങ്ങളുടെ മഴവെള്ള സംഭരണി പ്ലാനൊക്കെ വർക്കൗട്ട് ആവോ ഗോവിന്ദ മാഷേ? ഒരു തുള്ളി വെള്ളം കുടിവെള്ളത്തിൻ്റെ ഭാഗമായിട്ട് അതിനുവേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. മുഴുവൻ വെള്ളവും മഴ വെള്ളത്തിൻ്റെ ഭാഗമായിട്ട് സംഭരിക്കണം. ആവശ്യമുള്ള അത്ര സംഭരിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട്. സൗകര്യമൊക്കെ ഉണ്ട്, ഒറ്റ പ്രശ്നമുള്ളൂ, മഴ മാത്രമില്ല. അപ്പോൾ ചിലരുടെ വാദം ഇവിടെ അത്ര മഴയില്ല, നമുക്ക് ചെറിയ മഴ മതി. നമുക്ക് സംഭരിക്കാനുള്ള എല്ലാ അവിടെ തന്നെ സംഭരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഇൻഫോ പാർക്കിൽ സംഭരിക്കുന്നുണ്ട് മഴവെള്ളം. അതിനേക്കാളൊക്കെ ഇവിടെ ഒരു 10-15 കോടി ലിറ്റർ വെള്ളം സംഭരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് പറഞ്ഞത് ഗോവിന്ദ മാഷ് ഒരു ഗജരാജ കില്ലാടിയാണെന്ന് പറയുന്നത് കേട്ടില്ലേ? 10-15 കോടി ലിറ്റർ മഴവെള്ളം സംഭരിച്ച് കാണിച്ചു തരാന്ന്, അതും ചെറിയ മഴയെന്ന്. എങ്ങനെ? ചെറിയ മഴ മതി. അതെ, ചെറിയ മഴ മതി. ആ ചെറിയ മഴയെന്ന് ഋഷ്യശൃംഖന് വരുത്തി മഴവെള്ളം സംഭരിക്കാനുള്ള ടെക്നിക്കൊക്കെ മാഷിനറിയാം. നിങ്ങൾ മാഷിനെ പഠിപ്പിക്കാൻ നിൽക്കണ്ടേട്ടാ. അറിയാലോ, മാഷ് പോളിടെക്നിക്ക് പഠിച്ചതാ. ഇമാതിരി സാങ്കേതിക കാര്യങ്ങളൊക്കെ മാഷിന് നല്ലോണം അറിയാം. അപ്പോൾ ഋഷ്യശൃംഖം വക മഴവെള്ള സംഭരണത്തിന് 100 കോടി വകയിരുത്തുന്നു. ഈ കൊക്കക്കോള കമ്പനിയെ പ്ലാച്ചിമടയിൽ പൂട്ടിച്ച സ്ഥലമാണ്. അവിടെ കൊണ്ടുപോയി 80 മില്യൺ ലിറ്ററാണ് ഒരു ദിവസം ഈ കമ്പനിക്ക് വേണ്ടത്. 80 മില്യൺ ലിറ്റർ എവിടെ നിന്ന് കൊടുക്കാനാ? പ്ലാച്ചിമടയിലെ കൊക്കക്കോള കമ്പനിയുടെ കാര്യം തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? അന്ന് ഞങ്ങളുടെ കോമ്രേഡ്സ് പ്രതിപക്ഷത്തായിരുന്നില്ലേ? അന്ന് അത് ശരി, ഇന്ന് ഇത് ശരി. ബ്രൂവറി ഡിസ്റ്റിലറി ആരംഭിക്കാൻ ഉള്ള ഗവൺമെൻറ്റിൻ്റെ നീക്കം വൻ അഴിമതിയാണ്. പാലക്കാട്ടെ ജനങ്ങൾ അനുഭവിക്കുന്ന രൂക്ഷമായ ജലക്ഷാമം അത് കണ്ടുകൊണ്ടെങ്കിലും ഗവൺമെൻറ് കണ്ണു തുറക്കണം. നിങ്ങൾ കോൺഗ്രസ്സുകാരെ എത്ര തലകുത്തി പറഞ്ഞിട്ടും കാര്യമില്ല. മദ്യ കമ്പനി ഇവിടെ കൊണ്ടുവരികയും ചെയ്യും, മദ്യം ഇവിടെ ഒഴുക്കുകയും ചെയ്യും. കോൺഗ്രസ് പറയുന്നത് എനിക്ക് നോക്കേണ്ട കാര്യമില്ല. കോൺഗ്രസ് പറയുന്നതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞാൽ, സ്പിരിറ്റ് ലോബിക്ക് വേണ്ടി അവരെ സംതൃപ്തിപ്പെടുത്താനും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി കർണാടകത്തിലാണുള്ളത്, അവരാണ് ഇവിടത്തേക്ക് കൊണ്ടുവരുന്നത്. അല്ല, ഞങ്ങൾ പറഞ്ഞ കാര്യമല്ലേ CPI പറഞ്ഞത്? വരണ്ട് കിടക്കുന്ന ഈ പാലക്കാട് പോയിട്ട് ഈ 80 ദശലക്ഷം ലിറ്റർ വെള്ളം ഒരു ദിവസം ആവശ്യമുള്ള പദ്ധതി തുടങ്ങാൻ ഈ പിണറായി വിജയനും ഈ മന്ത്രി രാജേഷും മാത്രമേ പറ്റുള്ളൂ. വേറെ ആരും ഇത് ചെയ്യത്തില്ല. നമുക്കിവിടെ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇവിടെ ആവശ്യമുള്ളത്ര സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് മന്ത്രി നയം. അതിനെന്താ കുഴപ്പം? ഗോവിന്ദ മാഷേ, അധികം ആവേശകുമാറാവല്ലേട്ടാ. കോൺഗ്രസ്സുകാർ പറയണത് ലോബിക്ക് വേണ്ടി, ശരി, സമ്മതിച്ചു. അപ്പൊ നിങ്ങളുടെ ഘടകകക്ഷികൾ പറയണതോ
നിങ്ങളുടെ ഈ തിരിച്ചും മറിച്ചുള്ള പല രൂപത്തിലും ഭാവത്തിലുള്ള മഴവെള്ള സംഭരണി പ്ലാനൊന്നും അവർക്ക് വർക്കൗട്ട് ആയിട്ടില്ല കേട്ടോ. അതെ, ഇനിയുള്ള വരവ് ഘടകകക്ഷികളുടെയാണ്. അവരെ പ്രതിരോധിക്കാനുള്ള ക്യാപ്സ്യൂള് ഗോവിന്ദ മാഷ് ഒന്ന് വേഗം ആലോചിച്ചോ. ഞാനൊരു ഇടവേള എടുത്തിട്ട് ഓടി വരാം. ഷോർട്ട് ബ്രേക്ക്. അപ്പൊ ഗോവിന്ദ മാഷെ, മദ്യ കമ്പനി ഉണ്ടാക്കണതിന്റെ തിരക്കിന്റെ ഇടയിൽ ഇടയ്ക്ക് ഞങ്ങളുടെ ഘടകകക്ഷികളുടെ കാര്യം ഒന്ന് ആലോചിച്ചൂടെ? എന്ത് തെറ്റാ ഞങ്ങളുടെ CPI നിങ്ങളോട് ചെയ്തത്? ഇത് നിങ്ങളുടെ വലിയേട്ടൻ കളി കുറച്ച് കൂടുതലുണ്ട് കേട്ടാ. അളമുട്ടിയ ചേരം കടിക്കുന്നുള്ള പഴമൊഴിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഏത് വികസനം വരുമ്പോഴും കുടിവെള്ളത്തിൻ്റെ കാര്യം പ്രധാനമാണ്. കുടിവെള്ളത്തെ മറന്നുകൊണ്ട്, പാവപ്പെട്ട മനുഷ്യരെ മറന്നുകൊണ്ട് വികസനം വന്നാൽ ആ വികസനത്തെ ഇടതുപക്ഷ വികസനമായി ജനം കാണുകയില്ല. കുടിവെള്ളത്തെ മറന്നുകൊണ്ടുള്ള വികസനം ഇടതുപക്ഷ വികസനം അല്ല എന്നാണ് ബിനോയ് വിശ്വം സഖാവ് പറയുന്നത്. അതായത് ഒന്നുമില്ല, ഇമാതിരി മഴവെള്ള സംഭരണി ക്യാപ്സ്യൂളൊന്നും ഞങ്ങളുടെ അടുത്ത് വില പോവില്ല. ഈ കാര്യത്തിൽ CPIയുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടതാണ് ബിനോയ് വിശ്വം സഖാവ് പറയുന്നത്. അവരോട് ചോദിച്ചാൽ മതി. JDS-നും ഇക്കാര്യത്തിൽ അതെല്ലാം അവരോട് അതാത് ആളോട് ചോദിക്കും. അതിന് ഞാൻ മറുപടി ഏത് CPIയും JDS-ഉം തെരഞ്ഞെടുപ്പ് സമയത്ത് മതി നിങ്ങളുടെ ശക്തി പ്രകടനമൊക്കെ. അല്ലാത്ത സമയത്ത് CPIM നേതാക്കൾ പറയും, നിങ്ങൾ അനുസരിക്കും. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും വേണ്ട കേട്ടാ. വലതുപക്ഷ നയങ്ങളെ ചോദ്യം ചെയ്യുന്നതും വലതുപക്ഷ വികസന മാർഗത്തെ അംഗീകരിക്കാത്തതും ഇടതുപക്ഷ വികസനം വന്നാൽ അത് ജനപക്ഷ വികസനമാണെന്ന് തെളിയിക്കാൻ പോകുന്നതുമാകണമെന്ന് നിർബന്ധമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോഴേ ഈ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് ആകുമെന്ന് പാർട്ടി കരുതുന്നു. പാവല്ലേ ബിനോയ് വിശ്വം സഖാവ്, വളഞ്ഞു മൂക്കുടിക്കണതുണ്ടാ അവസ്ഥ കൊണ്ടാണ്. പറയാൻ വോയിസ് ഇല്ലേ? അപ്പുറത്തുനിന്ന് ആരെങ്കിലും കണ്ണുരുട്ടി കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഉള്ള ധൈര്യമൊക്കെ ചോർന്നു പോകും. ഇതിനെയാണ് കഴിച്ചിട്ട് തുപ്പാനും മധുരിച്ചിട്ട് ഇറക്കാനും പറ്റാത്ത അവസ്ഥ എന്ന് പറയണത്. അതൊക്കെ ഞങ്ങളുടെ JDS. എൻ്റെ പൊന്നെ, ഇങ്ങനെ ബബ്ബ പഠിക്കുന്ന ഉറപ്പുള്ളതുകൊണ്ട് അപ്പൊ തന്നെ ഇടം വലം നോക്കാണ്ട് ബ്രൂവറിനെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തു. അതാണ് ഞങ്ങളുടെ കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ. അല്ല, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണല്ലോ ഇത് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. സമ്പത്ത് മുഴുവൻ അവിടേക്കല്ലേ പോകുന്നത്. നമ്മളുടെ ഇവിടെ വ്യവസായമൊക്കെ ഒന്ന് വരണ്ടേ? ആ രീതിയിലാണ് അത് പറഞ്ഞത്. അങ്ങനെ ചോദിക്കും കൃഷ്ണൻകുട്ടി ചേട്ടാ, നമുക്ക് സ്വന്തമായിട്ട് ഇടയ്ക്ക് മദ്യം വേണ്ടെന്ന്. എന്നും വെല്ലോന്റെ മദ്യം കുടിച്ച് കിടന്നാൽ മതിയാ. പിന്നെ മറ്റേ ഘടകകക്ഷിക്ക് ഈ കാര്യത്തിൽ എതിർപ്പാണ് കേട്ടാ. അല്ല CPI. അപ്പൊ നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യണത് ശരിയാണോ? ഇല്ല, അതെന്താ ലോക്കലായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, തെറ്റിദ്ധാരണ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ലോക്കലാ? CPI-യാ? ഞങ്ങളുടെ ബിനോയ് വിശ്വം സഖാവിനെ അങ്ങനെ അങ്ങോട്ട് ലോക്കലാക്കാൻ നിൽക്കണ്ടട്ടാ. അല്ല, അത് അല്ല, അവിടെ ലോക്കലുള്ളതല്ലേ CPIക്ക് അല്ലേ? അവർക്ക് എന്താ പറയുക, ഗ്രൗണ്ട് വാട്ടർ എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് പ്രശ്നമുള്ളത്. പ്രാദേശിക നേതൃത്വ. അപ്പൊ ഈ വിഷയത്തിൽ CPIയുടെ സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തിയുള്ളതൊന്നും കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ അറിഞ്ഞില്ലേ? ഒക്കെ പോട്ടെ, നിങ്ങളൊന്നില്ലെങ്കിൽ മിനിസ്റ്റർ അല്ലേ. ഈ കരാറ് കൊടുത്ത കമ്പനിയുടെ കാര്യങ്ങളൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ? ഓയാസിസ് കമ്പനിയുടെ പേരിൽ കുറെ കേസൊക്കെ ഉണ്ടെന്ന്. അത് നമുക്ക് അറിയാത്ത കാര്യം ഞാൻ പറയണ്ടല്ലോ. ഇതാണ് ഉത്തമനായ ശിഷ്യൻ. ബ്രൂവറിയുടെ കാര്യത്തിൽ JDS-ലെ അണികൾക്കൊക്കെ അതൃപ്തി ഉണ്ടെങ്കിലും ആ അതൃപ്തി ഒന്നും അറിയിക്കാണ്ട് നേതാക്കളെ ഹാപ്പി ആക്കി നിർത്തിയിട്ട് പ്രതികരിക്കണണ്ട. ബിനോയ് വിശ്വം സഖാവ് ഇതൊക്കെ കണ്ടുപഠിക്കണണ്ട. ഇനി പറയും ഗോവിന്ദ മാഷെ, പ്രതിപക്ഷത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഈ കാര്യത്തിൽ നിങ്ങളുടെ കൂടെയുള്ളവർക്ക് പോലും അതൃപ്തി ഉണ്ട്. മന്ത്രിസഭയിൽ പോലും 2 അഭിപ്രായം ഉണ്ടെന്നാണ് ടോക്ക്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള നിലപാട്? കാര്യം പറയേ. അയ്യോ, മഴവെള്ള സംഭരണി പറയില്ല കേട്ടോ, അത് വേണ്ട, വേറെന്തെങ്കിലും പറ. നിങ്ങൾക്ക് വേറെ വാർത്ത ഉണ്ടാക്കണമെങ്കിൽ വേറെ ചോദിച്ചാൽ മതി കേട്ടോ. മനസ്സിലായില്ലേ? ആവശ്യമില്ലാതെ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞിടത്തോളം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? പേടിക്ക് ഇമാതിരി ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ടെന്നാണ് ഗോവിന്ദ മാഷ് പറയണത്. അത് കേൾക്കുമ്പോൾ ഇവിടെ പേടിച്ച് വിറക്കണം. നീ പേടിക്കണം. അത്രേ ഉള്ളോ? ഇത്രേ മതിയോ? അതല്ല ചോദ്യം, വേറെയാ ചോദ്യം. അതാണ് ചോദ്യം. ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുക, എന്നിട്ട് അതാണ് ചോദ്യം. അതാത് ചോദ്യം. കണ്ടാ ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിക്കുമ്പോ മുഖഭാവം മാറി വരുന്നത് കണ്ടാ? ഉടല് നിറയെ കൈകളുള്ള ഭീകര സ്വത്തമായിട്ട് മാറുന്നത് കണ്ടാ? വേണ്ടാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ടെന്നാണ് ഗോവിന്ദ മാഷ് പറയണത്. ശരി, ഇന്ന് വേണ്ട ചോദ്യങ്ങൾ എന്തുട്ടാന്ന് എഴുതി തന്നിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാങ്ങുന്നേ. ഇനി കേരളക്കര കാത്തിരിക്കുന്നത് ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ്. ഗോവിന്ദ മാഷ് പറഞ്ഞതുപോലെ ചെറിയൊരു മഴയെന്ന് 10-15,000 കോടി ലിറ്റർ മഴവെള്ളം സംഭരിക്കുന്ന ആ അപൂർവ നിമിഷം. ആരും തിരക്കൂട്ടരുത്. അതിനുവേണ്ടിയുള്ള താത്വിക അവലോകനത്തിലാണ് നമ്മുടെ ഗോവിന്ദ മാഷും ടീമും. എന്താവുന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ.